സുഖലേ, ഞാൻ നവ്യ. സോ ഇന്ന് എല്ലാവർക്കും ഒരു ഉപകാരമുള്ളൊരു വീഡിയോ ഞാൻ ഇടാൻ പോകുന്നിട്ടാ. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഇരിട്ടിയിൽ ഒരു ഹോസ്പിറ്റലാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, ആയുർവേദ ഹോസ്പിറ്റലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഞാൻ ആകെ പറഞ്ഞുതരാം എന്നാ സംഭവം എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പോകുന്നത് ഇരിട്ടിയിലാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഇരിട്ടിയിലേക്ക് കുറേ ദൂരമുണ്ട്, ഒരു 3 to 4 hours ദൂരമുണ്ട് കേട്ടോ. അപ്പം നമ്മളെൻ്റെ അമ്മമ്മ, എൻ്റെ മമ്മേൻ്റെ മമ്മ, ഓക്കെ, മമ്മ വരാമെന്ന് പറഞ്ഞിനി ഇരിട്ടിയിൽ. അപ്പോൾ ആ മമ്മേനെയും കൂട്ടിയിട്ട് നമ്മൾ അവിടെ നിന്ന് പോയി. അപ്പോൾ ശരിക്കും അഡ്രസ്സ് ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇരിട്ടിയിൽ നിന്ന് ബസ് കയറിയിട്ട് അവിടെ നിന്ന് നമ്മൾ ഒരു നാരങ്ങ മുട്ടായി വാങ്ങിച്ചു. ബസ്സിൽ കുറേ സമയം യാത്ര ചെയ്യുന്നല്ലേ, അപ്പോൾ ഈ നാരങ്ങ മുട്ടായി തിന്നാൽ നല്ല കുറച്ച് ഛർദീൻ്റെ ഇതെല്ലാം പോവില്ലേ, അതുകൊണ്ട് നമ്മളൊരു നാരങ്ങ മുട്ടായി വാങ്ങിച്ചു. നിങ്ങൾക്ക് ആർക്കെല്ലാം നാരങ്ങ മുട്ടായി ഇഷ്ടമുള്ളതെന്ന് പറയണം കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് നാരങ്ങ മുട്ടയെല്ലാം വാങ്ങിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിനി. അപ്പോൾ അത് കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇരിട്ടിയിൽ നിന്ന് ബസ്സും പിടിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ അവിടെ എത്തി. അപ്പോൾ ഡയറക്റ്റ് ബസ് ഉണ്ട് കേട്ടോ. നമ്മൾ കണ്ണോത്ത് നിന്ന് തലപ്പറമ്പിലേക്ക് ബസ് വന്നു, തലപ്പറമ്പ് നിന്ന് ഇരിട്ടിയിലേക്ക് ബസ് വന്നു, ഇരിട്ടിയിൽ നിന്ന് അവിടെ നിന്ന് വേറൊരു ബസ് പിടിച്ചിട്ട് നമ്മൾ ആ ഒരു ഹോസ്പിറ്റലിലെത്തി. ഓക്കെ, ആ ഒരു ഹോസ്പിറ്റലിൽ ഇരിട്ടി എക്സാക്ട് സ്ഥലം നിങ്ങൾക്ക് എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളോട് കമൻറ്റ് ബോക്സിൽ പറഞ്ഞു തന്നോ, ഞാൻ നിങ്ങൾക്ക് എല്ലാ ഇൻഫർമേഷനും കമൻറ്റ് ബോക്സിൽ തരാം. ഓക്കെ, നമ്മൾ ഫൈനലി എത്തി. ഇതാണ് ആ ഹോസ്പിറ്റൽ, ആയുർവേദ ഹോസ്പിറ്റലാണ്. അതുകൊണ്ട് അന്നൊരു വീട് മതി, നല്ല സൂപ്പറില്ല, നല്ല അടിപൊളിയാണ്. ഹോസ്പിറ്റലാണെന്നൊരു ഫീലിംഗ് ഇല്ല, നല്ലൊരു എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഇത്. അപ്പോൾ അവിടെ നിന്ന് മോളി ആൻറ്റി ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ മോളി ആൻറ്റി അവിടെ നിന്ന് ദോശയും ചമ്മന്തിയെല്ലാം കഴിച്ചു. അപ്പോൾ നമ്മൾ സ്വന്തം വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന പോലെ തന്നെ നല്ല സൂപ്പർ, നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു അടുക്കള മാതിരി ആക്കിനേനു. നല്ല നമ്മൾ സ്വന്തം വീട്ടിലാക്കുന്ന മാതിരി തന്നെ. ഓക്കെ, അപ്പോൾ അമ്മാമ്മയും മമ്മയും അവിടുന്ന് ചായ കുടിച്ചു. അപ്പം എനിക്ക് ചായ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനൊന്നും കുടിച്ചിട്ടില്ല. ഞാൻ രാവിലെ നെയ്ച്ചോറും ചിക്കനെല്ലാം കഴിച്ചിനേനു. കുറേ ദൂരമില്ലേ. അപ്പോൾ ഇതാണ് ഡോക്ടർ നമ്മളെ. നല്ല സ്മെല്ലിങ് ആദ്യം 12 വന്നിട്ട് 15 days പേടിച്ചിലോ മേടിച്ചിലോ അതെല്ലാം ചെയ്തു. 15 ദിവസത്തോടെ കിടത്തി. അത് കഴിഞ്ഞ് തിരിച്ച് ഹോട്ടലിൽ പോയി വീട്ടിൽ എനിക്ക് വേദന കുറയുന്നില്ല. പിന്നെ അമ്മമാരെ എടുത്തു, വീണ്ടും പൈസ എടുത്തു, അങ്ങനെ ഗ്യാപ്പ് കാണിക്കുന്നുണ്ട്. പ്ലസ് ഇപ്പോൾ ഫുൾ സ്റ്റിഫ്നെസ്, ഫിംഗറിനെല്ലാം രാവിലെ ഇട്ടിരിക്കുമ്പോൾ ഫുൾ സ്റ്റിഫ്നെസ്സാണ്. ഏത് ഫുഡിലാണെന്ന് അറിയില്ല, ചിലപ്പോൾ ഫുൾ സ്വെല്ലിങ് വരാറുണ്ട്. സിവിയർ പെയിൻ ആണ്. രാത്രി കാലുകടച്ചിൽ, ഉറക്കം വളരെ കുറവാണ്. നടുവിന് നല്ല വേദനയാണ്. ഒരു പണി ചെയ്ത് കഴിഞ്ഞിട്ട് മരയൊക്കെ എടുത്തതിന് ശേഷം വീണ്ടും എടുത്തതാണ് ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട്. ശരിക്കും വേദനയാണ്. പൊസിഷൻ കറക്റ്റില്ല. പിന്നെ വേറെ സ്ട്രൈറ്റനിങ് ഓഫ് സ്ട്രൈറ്റനിങ് സംഭവിച്ചു. അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് പ്രശ്നം വരാനുള്ള ടെൻഡൻസി ഉണ്ട്. ഈ ആയുർവേദ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് വ്യത്യാസം ഉണ്ടായിരുന്നോ? പിന്നെ അവിടെ കുറേ ചിലപ്പോഴത്തേക്ക് ട്രീറ്റ്മെന്റ് ചെയ്ത് തീരുമാനം. മുട്ടിന് നല്ല വേദനയുണ്ട്, ശബ്ദവും കേൾക്കാൻ കഴിയും, മസിൽസ് ഭയങ്കര വേദനയാണ്. അത് അവിടെ ഫോനെ കാണിച്ച് ഇതിനൊരു ഫ്രാക്ചർ ആയിരുന്നു ചെറിയൊരു ഇവിടെ
ഫുൾ പെയിൻ ഉണ്ടോ? ഫുൾ പെയിനാണ്. അങ്ങനെ ഇല്ലാത്ത സ്ഥലം ഇല്ലല്ലേ? നേരെ അങ്ങോട്ട് തിരിക്കണേ. തലങ്ങോട്ട് വെച്ചോളാം. കണ്ണ് നിറയെ താഴോട്ട് വെച്ച് റിലാക്സ് ആയി. ടൈപ്പുണ്ട് ഇവിടെ. സയാറ്റിക് പെയിൻ. പേരിപ്പുണ്ടാവും. നമ്മുടെ കുരിമ്പിലൊക്കെ സയാറ്റിക്. ഇതുണ്ടോ? സത്യത്തിൽ കുറവുണ്ടോ? അവസ്ഥയല്ലേ? തിരിച്ചങ്ങോട്ടേക്ക് പോവാണോ? അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യം മനസ്സിലായിട്ടുണ്ടാവില്ലേ എന്താ ഹോസ്പിറ്റലിൽ നിന്ന്. അപ്പോൾ കണ്ണൂർ ഇരിട്ടിയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഹോസ്പിറ്റൽ ഉള്ളത്. ഓക്കെ, ഈ ഹോസ്പിറ്റൽ എന്ന് വെച്ചാൽ നമുക്ക് നടുവേദനയോ കാലുവേദനയോ ജോയിൻറ്റ് പെയിനോ അങ്ങനത്തെ കുഴപ്പമുണ്ടെങ്കിലും ഇവിടെ വന്നാൽ മാറും. ഓക്കെ, കാരണം എൻ്റെ മമ്മക്കെല്ലാം നല്ല പെയിൻ ഉണ്ടായിരുന്നു, ബോഡി പെയിൻ നല്ലോണം ഉണ്ടായിരുന്നു. ഇപ്പം നല്ലോണം കുറഞ്ഞു. മമ്മ മാത്രമല്ല, നമ്മൾ ചങ്ങല ടീമിലെ കുറേ ആൾക്കാർക്കെല്ലാം നല്ല ജോയിൻറ്റ് പെയിനും എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം അവിടെ പോയിട്ടാണ് കുറഞ്ഞത്. അതുകൊണ്ട് ഞാൻ ഈ ഹോസ്പിറ്റൽ നല്ലോണം റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. കാരണം കുറേ നല്ല ഗുഡ് റിവ്യൂസാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇങ്ങനത്തെ കുഴപ്പമുണ്ടെങ്കിലോ അത് അവരുടെ ഫാമിലിയിൽ ഇങ്ങനത്തെ കുഴപ്പമുണ്ടെങ്കിലോ ഈ ജോയിൻറ്റ് പെയിനോ നടുവേദനയോ കൈവേദനയോ കാലുവേദനയോ അങ്ങനത്തെ എന്ത് കുഴപ്പമുണ്ടെങ്കിലും ഈ ഡോക്ടറെ നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്യാം. ഓക്കെ, ഈ ഡോക്ടർ ഇൻഫർമേഷൻ വേണമെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ മാതിരി കമൻറ്റ് ബോക്സിൽ ചോദിക്കുക, ഞാൻ അവിടെ ഇൻഫർമേഷൻ എല്ലാം കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, പിന്നെ അടുത്തതെന്ന് വെച്ചാൽ ഈ ഡോക്ടറെ നമ്മൾ ഫസ്റ്റ് ടൈം പോയിട്ട് കൺസൾട്ട് ചെയ്യുക, അതായിരിക്കും നല്ലത്. ഓക്കെ, അതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഓൺലൈൻ കൺസൾട്ടേഷൻ ചെയ്യാം. ആൻഡ് അതല്ലാണ്ട് ഇപ്പോൾ മെഡിസിൻ വേണമെങ്കിൽ തന്നെ ഓൺലൈൻ അവർ കൊടുക്കും. അപ്പോൾ നമ്മൾ അവിടുന്ന് കാണിച്ചിട്ട് നമ്മളവിടുന്ന് കഞ്ഞിയും പുഴുക്കും കഴിച്ചു. ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ചു ബിരിയാണി ഭയങ്കര ഹെവി ആവില്ലേ. അപ്പം അവിടെ നിന്ന് അടുക്കളയുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കഞ്ഞിയും പുഴുക്കും ചമ്മന്തി എല്ലാം കഴിച്ച് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. 35 റുപ്പീസേ ഉണ്ടായിട്ട് നമുക്ക് എത്ര കഞ്ഞി വേണമെങ്കിലും കുടിക്കാം. ഓക്കെ, നമ്മളവിടെ നിന്ന് കഞ്ഞിയും കുടിച്ചിട്ട് നമ്മളവിടെ നിന്ന് ബസ്സും കയറിയിട്ട് അവിടെ നിന്ന് ഡയറക്റ്റ് ബസ്സുണ്ട്. നമ്മളവിടെ നിന്ന് മേമേൻ്റെ ഷോപ്പിലേക്ക് പോയി. ഈ പ്ലാനറ്റിലാണ് മേമ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് ബസ്സും പിടിച്ചിട്ട് അവിടെ നിന്ന് ഓട്ടോവും പിടിച്ചിട്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോയി മേമേനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നാട്ടിലേക്ക് വന്നതല്ലേ, മേമ ഇരിട്ടിയിലാണല്ലോ. അപ്പോൾ ഇരിട്ടിയിലാണ് ഈ പ്ലാനറ്റ് ഷോപ്പുള്ളത്. അപ്പോൾ മേമേനെയും കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ അവിടുന്ന് മേമേനെയും കണ്ടിട്ട്, മേമ എന്ന് പറഞ്ഞാൽ മമ്മൻ്റെ അനിയത്തിയാണ് കേട്ടോ. മേമേനെയും കണ്ടിട്ട് അമ്മാമ്മൻ്റെ വീട്ടിലേക്ക് പോയി. പിന്നെ ഞാനും മമ്മയും മോളിയാൻ്റെയും കൂടി എൻ്റെ വല്യമ്മേൻ്റെ വീട്ടിലേക്ക് പോയി. വല്യമ്മേൻ്റെ എന്ന് പറഞ്ഞാൽ എൻ്റെ പപ്പേൻ്റെ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോയി. ഓക്കെ, ഇതാണ് എൻ്റെ വെളിച്ചൻ്റെ വീട്. വെളിച്ചൻ്റെ വീട്ടിലൊരു കുഞ്ഞു കുട്ടിയുണ്ട്, ബ്രൂണോ എന്ന് പറഞ്ഞൊരു കുഞ്ഞു കുട്ടിയുണ്ട് കേട്ടോ. അവിടെ കുഞ്ഞു കുട്ടിയല്ല, വലിയ കുട്ടിയായി.
അപ്പോൾ അവൻ നമ്മളെ കാണുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് സ്നാക്സ് എല്ലാം വാങ്ങിച്ചിട്ട് ബേക്കറിയിൽ നിന്ന് സ്നാക്സ് എല്ലാം വാങ്ങിച്ചിട്ട് നമ്മൾ വെളിച്ചൻ്റെ വീട്ടിലേക്ക് പോയി. വെളിച്ചൻ്റെ വീട്ടിലേക്ക് പോയി അവിടെ നിന്ന് കുറച്ച് റെസ്റ്റ് ചെയ്തു. അപ്പോഴത്തേക്ക് വെളിച്ചൻ അവിടെ ഉണ്ടായിട്ടില്ല. വെളിച്ചൻ എവിടെ പോയിരുന്നു. അപ്പോൾ നമ്മൾ തെയ്യം കഴിയാനായില്ലേ. അപ്പോൾ ലാസ്റ്റ് തെയ്യം നടക്കുന്ന സ്ഥലം എനിക്ക് എവിടെ സ്ഥലം എന്ന് ഓർമ്മയില്ല. അവിടത്തേക്ക് പോയിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഭയങ്കര തിരക്കുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ രാത്രി ഒരു 8:30 9 o'clock ആകുമ്പോഴത്തേക്ക് നമ്മളെല്ലാവരും കൂടി പറഞ്ഞു നമുക്ക് നമ്മുടെ അമ്മാമ്മേൻ്റെ നമ്മൾ കാണാത്ത അമ്മാമ്മേൻ്റെ അനിയൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ അവിടത്തേക്ക് പോയി. അവിടെ ആ അച്ചാച്ചൻ എന്താണ് വീണിട്ട് എന്തോ കൈയെല്ലാം പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെ കാണാനാണ് പോയത്. അപ്പോൾ ഓക്കെ എന്നാൽ കേട്ടോ. അടുത്ത വീഡിയോ കാണേ. ടാറ്റാ.